നമ്മളിങ്ങനെ വെറുതെ ഇരുട്ടത്തിരുന്ന് കായലിലോട്ട് നോക്കിയിട്ട് എന്ത് കാര്യം? അതെ, തുടക്കമൊക്കെ കൊള്ളായിരുന്നു. ബിയറ്, കോഴി, നാടൻ. ഗുരുവിന്റെ പോക്കറ്റിന്റെ ആപ്പീസ് പൂട്ടിയെങ്കിൽ ഞാൻ പിള്ളേരെ കൊണ്ട് പൊക്കോട്ടെ. ഓണ പോക്കിൽ വല്ല ചായക്കടയോ മുറുക്കാൻകടയോ കുത്തി തുറന്ന് വൈ സ്ഥലം വിട്ടേക്കട്ടെ. കൊച്ചുണ്ണി, എന്റെ വാസ്തവസ്ഥിതി അറിഞ്ഞാൽ കൊച്ചുണ്ണിക്ക് എന്നെ വിട്ടു പോകാൻ ഒക്കൂല. 3 കാര്യത്തിൽ ഇന്ന് വരെ ഞാൻ ഒരാളെ സഹായം തേടിയില്ല. അറിയാലോ, പെണ്ണെട്ടാൻ, കുട്ടികളുണ്ടാക്കാൻ, മോഷ്ടിക്കാൻ. ആ ബ്രെയിൻ ഇന്നും ഇരിക്കുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ പോലെ തടി കളിക്ക് പണിയെടുക്കാനുള്ള താക്കത്തില്ല മോനെ. പുരാണം നിർത്തി കാര്യം പറയാന്നേ. പാതിര തങ്കപ്പാ ഉണ്ടായി ഗുരു പറയട്ടെ. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ കിടന്നിളയും അറിയുന്നുണ്ട്. നേരാണ് കൊച്ചുണ്ണി. അനക്കറിയോ, കെട്ടുപ്രായം കഴിഞ്ഞിരിക്കണ എന്റെ മോൾ അലിക്കത്തയച്ച് വിറ്റിട്ടാണ് നിങ്ങൾക്കൊക്കെ ആ പാർട്ടി നടത്തിയത്. വേറെ വഴിയില്ലാഞ്ഞിട്ട് ആ കുട്ടിക്ക് ഒരു നിക്കാഹത്ത് വന്നിട്ടുണ്ട്. കൊച്ചുണ്ണിയും ശിഷ്യന്മാരും എന്നെ സഹായിച്ചിട്ടില്ലെങ്കിൽ പരോള് കഴിയുന്നതിന് മുമ്പ് നമ്മളെ തലിതാ ഈ കായലുണ്ടാവും. എന്റെ ഗുരു അങ്ങനെ പറയരുത്. എന്ത് സഹായം വേണമെന്ന് പറ. ഗുരുവിന് ഞങ്ങളുടെ ഉയിര് വേണമെങ്കിൽ തരാം. നിങ്ങൾ കൊള്ളാവുന്ന രീതിയിൽ ഒരു മോഷണം നടത്തി തന്ന എന്റെ മോളെ നിക്കാഹ് നടക്കും. ചെറിയൊരു സ്ത്രീധനം, അത്യാവശ്യം ചില ആഭരണങ്ങൾ. സമാധാനമായിട്ടിരിക്കണം. ഗുരുവിന്റെ ബ്രെയിനും ഞങ്ങളുടെ തടിയും ഒത്തുചേർന്നാൽ പാലാട്ട് കോമന്റെ കോട്ടയ്ക്കകത്ത് കയറിപ്പോലും മോഷ്ടിക്കാം. കോട്ടയിലേക്കൊന്നും പോണ്ട. ഞാൻ ഇവിടെ വലിയൊരു ഹോട്ടൽ കണ്ടു വെച്ചിട്ടുണ്ട്. സാറിനെ കാണാൻ ഒരാൾ വന്ന് വെയിറ്റ് ചെയ്യുന്നു. ആരാ? ചോദിച്ചിട്ട് പറയുന്നില്ല, അത്യാവശ്യമാണെന്ന് മാത്രം പറഞ്ഞു. വരാൻ പറയൂ. ശരി. എന്താ? ഞാൻ കെയറിന്റെ ഡ്രൈവറാണ്. ഒരു കാര്യം പറയാനുണ്ട്. സുധി, കെയറിന്റെ ആൾക്കാർ നമ്മളെ കൊല്ലാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് സ്ഥലം വിടാൻ പറ്റുമോ? വിക്രമന്റെ മക്കൾ അത്ര പേടിതൊണ്ടമാരല്ലെന്ന് കെയറിനൊന്ന് മനസ്സിലാക്കണം. ഞാനും വരുന്നു. I want to see that dead bodies. നിങ്ങൾ ഈ കോലത്തിൽ വന്നാൽ ആകെ കുളമാവും. നമ്മളും ഡെഡ് ബോഡി ആയി പോകും. പിന്നെ ഞാനെങ്ങനെ ശവം കാണും? तुम जाने तक आपको डेड बॉडी मोर्चरी में देखने के लिए सकते हैं. ഓ, മോർച്ചറി പോയാ ഡെഡ് ബോഡി കാണാമെന്ന്? जी जी.
ആശാനെ ആരാ ഇവൻ? ഇതുപോലെ മുന്തിയ വലിയ വലിയ ഹോട്ടലിലൊക്കെ ധാരാളം സ്വത്തും പണമുള്ള ആൾക്കാരല്ലേ താമസിക്കുക. അവിടെ ഇങ്ങനത്തെ തോക്കരയിലെ കാവൽക്കാരുണ്ടാവും. അല്ല ആശാനെ, ഇവ മാത്രമേ കാണോ അല്ല ഇതുപോലെ വേറെ ആൾക്കാരുണ്ടാവോ? ഉണ്ടെങ്കിൽ എന്ത്, എത്ര ആളുടെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാനല്ലുള്ളൂ. ധൈര്യമായിട്ട് വരി. ധൈര്യം പുരുഷ ലക്ഷണം. പോ പോ. വലിച്ചിളക്കി ആളുകളെ ഇളക്കണ്ട. ഓ അവരെവിടെയെങ്കിലും പോട്ടെയോ? അയ്യോ, അവരെങ്ങനെ പോകാൻ പറ്റുമോ? വെട്ടിപ്പൊളി. ഹോട്ടലിൽ കിടന്ന് 3 ബിസിനസ്സുകാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് IPC 307 നിയമപ്രകാരം പ്രതികളായ കൃഷ്ണൻ നായർ മകൻ തങ്കപ്പനെയും കുര്യച്ചൻ മകൻ തോമസിനെയും 3 വർഷത്തേക്ക് കഠിന തടവിന് ഈ കോടതി ശിക്ഷിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട കൊച്ചേട്ടന് അമ്മയ്ക്ക് സ്ഥിരമായിട്ട് വരാറുള്ള വയറുവേദന ഈയിടെയായിട്ട് ഇത്തിരി കൂടുതലാണ്. കുഞ്ഞമ്മൈദ്യയുടെ കഷായം കഴിച്ചിട്ട് ഒരു കുറവുമില്ല.
എറണാകുളത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ അടിയന്തരമായി ഒരു ഓപ്പറേഷൻ വേണമെന്നാ പറയുന്നത്. ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ് കൊച്ചേട്ട? പൈസയ്ക്കും ബുദ്ധിമുട്ടാ. ചേട്ടന്റെ കൂടെ തന്നെ ശിക്ഷിക്കപ്പെട്ട ആളല്ലേ പാതിര തങ്കപ്പൻ ചേട്ടൻ. അങ്ങേര് പരോളിൽ വന്നല്ലോ. ചേട്ടനും ഒന്ന് പരോളിന് ശ്രമിച്ചുകൂടെ? ഉടനെ വേണം. അമ്മയും ചേട്ടനെ കാണണമെന്ന് പറഞ്ഞു എപ്പോഴും കരയും. ചേട്ടന് അസുഖമൊന്നുമില്ലല്ലോ എന്ന്. കർത്താവിന്റെ ഐക്യത്തിൽ സ്വന്തം അനിയത്തി മേരിക്കുട്ടി. അമ്മയ്ക്ക് അസുഖമാണ് എന്ന മാനുഷിക പരിഗണന മാത്രം ഓർത്തല്ല തനിക്ക് ഞാൻ ഈ പരോൾ അനുവദിക്കുന്നത്. 6 മാസം മുമ്പ് പരോളിൽ പോയി ഇനിയും മടങ്ങി വരാത്ത തന്റെ കൂട്ടുപ്രതിയായ പാതിരാ തങ്കപ്പനെ പിടിക്കാൻ സഹായിക്കാമെന്ന് താൻ വാക്ക് തന്നല്ലോ. ഉവ്വ് സർ. ആ തെണ്ടി അകത്താക്കിയില്ലെങ്കിൽ എന്റെ പേര് തൊലപ്പൻ തോമെന്നല്ല സർ. ഒരാഴ്ചയാണ് തനിക്കുള്ള പരോൾ. തന്റെ ദൗത്യത്തിൽ താൻ വിജയിച്ചതായി കണ്ടാൽ ശിക്ഷയുടെ കാലാവധിയിൽ 6 മാസം കുറവുണ്ടായിരിക്കും. ശരി സർ. നമസ്കാരം സാർ. മിസ്റ്റർ തൊരപ്പൻ, I am Circle Inspector D'Souza, Vincent D'Souza. ഗുഡ് മോർണിംഗ്. അതിന്റെ ആവശ്യമില്ല. നിന്റെ ഗുഡ് മോർണിംഗ് വാങ്ങാനല്ല ഞാൻ വന്നത്. ഞാൻ ആരാണെന്നറിയാമോ? സാർ പറഞ്ഞല്ലോ വിൻസെന്റ് ഡിസൂസ. ഡിസൂസ സാർ. അതല്ല എന്റെ ജോലി. സർക്കിൾ ഇൻസ്പെക്ടർ. സോ അതല്ല. പിന്നെന്താണ് സാർ? മൈ മിഷൻ, എന്റെ ദൗത്യം. ഈയിടെയായി പരോളിൽ പോകുന്ന പ്രതികളിൽ 50% മടങ്ങി വരാറില്ല. തന്റെ കൂട്ടുകാരൻ പാതിരാ തങ്കപ്പൻ ഉൾപ്പെടെ. തന്നെ പോലെ പരോളിൽ പോയിട്ട് മുങ്ങുന്ന കള്ളന്മാരെ കൃത്യമായി കണ്ടുപിടിച്ച് അവരെ വീണ്ടും ജയിലറയ്ക്കുള്ളിൽ തള്ളാൻ വേണ്ടി സർക്കാർ പ്രത്യേകമായി നിയമിച്ചിരിക്കുകയാണ് എന്നെ. അയ്യോ സാർ, ഞാനങ്ങനെ മുങ്ങിയൊന്നുമില്ല. കൃത്യമായിട്ടും ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ തിരിച്ചെത്തും. ആ കാര്യത്തിൽ എനിക്ക് തീരെ വിശ്വാസമില്ല. നിന്നെ കണ്ടാൽ അറിയാം. പക്ഷെ വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ വരുത്തും. ഓക്കെ, സീ യു. വിൻസെന്റ് ഡിസൂസ ആരാണെന്ന് നിനക്കിപ്പോ മനസ്സിലായല്ലോ. വഞ്ചന കാണിച്ചാൽ അനുഭവം ഇതിലും ക്രൂരമായിരിക്കും. പൊക്കോ. താൻ എന്തിനാണോ അവനെ വെറുതെ വാരിയിട്ട് അലക്കിയത്? അയാൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. തെറ്റ് ചെയ്ത് കഴിഞ്ഞ് ശിക്ഷിച്ചിട്ട് എന്ത് കാര്യം? അല്ലെങ്കിൽ തന്നെ ശിക്ഷിക്കാൻ അവന്മാരെയൊക്കെ കൈ കിട്ടണ്ടേ? ഞാൻ അഡ്വാൻസ് ആയിട്ട് ഒരെണ്ണം കൊടുത്തു എന്ന് മാത്രം. ഈ ശിക്ഷയുടെ വേദന ഓർത്താൽ പിന്നെ അവനിനി തെറ്റ് ചെയ്യാൻ തോന്നുകയില്ല. അതാണ് എന്റെ രീതി. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. നന്ദേട്ടാ, കോളേജ് പഠിച്ചോണ്ടിരുന്നപ്പോ എന്നെ ലാത്തി ചാർജ് ചെയ്ത ഒരു പോലീസ് ഇൻസ്പെക്ടറോടുള്ള പ്രതികാരം എന്ന നിലയ്ക്കാണ് ഞാൻ ഒരു പോലീസ് ഓഫീസർ ആയത്. അതുകൊണ്ട് സർവീസിൽ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഇടിച്ചുകൊണ്ടേ. സോറി.